ഹായ് എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഹാച്ചി കി കഹാനി എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പില്ലെ കോ ഭാഗ്യ കാ മാര ക്യോं കഹാ ഗയാ ഹെ. ഭാഗ്യ കാ മാര എന്ന് വെച്ചാൽ ഭാഗ്യമില്ലാത്തത്. അപ്പം എന്തുകൊണ്ടാണ് ആ ഒരു നായ്ക്കുട്ടിയെ ഒരു ഭാഗ്യമില്ലാത്തത് എന്ന് പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ നോക്കാം നമുക്ക്. पिल्ला प्रोफेसर को जब मिला तब बहुत मजबूर हालत में था. शायद मालिक से छूटने के बाद उसने कुछ खाया पिया नहीं होगा. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഊഹം പോലെയാണ് ഈ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. കാരണം എന്തുകൊണ്ടാണ് ആ നായ്ക്കുട്ടിക്ക് ഒരു ഭാഗ്യം ഇല്ലാത്തതാണ് അല്ലെങ്കിൽ അതുപോലെ തോന്നുന്നുണ്ട് എന്ന് പറയുന്നത് എന്ന് സ്റ്റോറിയിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ പില്ല പ്രൊഫസർ കോ ജബ് മില എന്ന് വെച്ചാൽ പ്രൊഫസറിന് എപ്പോഴാണോ ഈ നായ്ക്കുട്ടിയെ കിട്ടിയത് തബ് ബഹുത് മജ്ബൂർ ഹാലത് മേ ഥാ. അതായത് അപ്പോൾ ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള, അതായത് നിസ്സഹായ അവസ്ഥയിലാണ് ഈ നായ്ക്കുട്ടി ഉണ്ടായിരുന്നത്. മജ്ബൂർ എന്ന് വെച്ചാൽ അതാണ്. ഷായദ് മാലിക് സെ ഛൂട്ട്നെ കെ ബാദ്, അതായത് തന്റെ യജമാനന്റെ അടുത്ത് നിന്ന് വിട്ടുപോകുന്നതിന് ശേഷം. ഛൂട്ട്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. ഉസ്നെ കുച്ച് ഖായ പിയ നഹി ഹോഗ, അപ്പോൾ ഒന്നും കഴിച്ചിട്ടും കുടിച്ചിട്ടും ഒന്നും ഉണ്ടായിരിക്കില്ല. ഉസ്കി ഇസ് കംസോർ ഹാലത് കോ ദേഖ്കർ ഉസെ ഭാഗ്യ കാ മാര കഹാ ഗയാ ഹോഗ. അപ്പോൾ ഇത്ര കംസോർ എന്ന് വെച്ചാൽ വീക്കായിട്ടുള്ള, ഇത്രയും ദുർബലമായിട്ടുള്ള ആ ഒരു അവസ്ഥ, ആ അവസ്ഥ കണ്ടിട്ടായിരിക്കാം ഇങ്ങനെ പറയുന്നത് ഭാഗ്യമില്ലാത്ത നായ്ക്കുട്ടിയാണ് എന്നുള്ളത്. ഭലെ ഹി ഉസ്കെ ഗലെ പർ ബന്ധേ പട്ടെ പർ ഭാഗ്യ കോ സൂചിത് കർനെ വാല അങ്ക് ഹാച്ചി ലിഖാ ഗയാ ഥാ. പില്ലെ കോ ദേഖ്നെ പർ വ ഭാഗ്യ കാ മാര ലഗ് രഹാ ഥാ. അതായത് ആ നായ്ക്കുട്ടിയുടെ കഴുത്തിൽ കെട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ബെൽറ്റില് 8 എന്നുള്ള നമ്പർ ഹാച്ചി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ജപ്പാനില് ഹാച്ചി എന്ന് പറയുന്നത് ഭാഗ്യത്തിനെ സൂചിപ്പിക്കുന്ന ഒരു നമ്പർ ആയിട്ട് കൂടിയും ഇത്തരം ഒരു അവസ്ഥയിൽ ആ നായ്ക്കുട്ടിയെ കിട്ടിയത് കൊണ്ടായിരിക്കാം അതിന് ഭാഗ്യമില്ല എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രൊഫസർ കെ പരിജൻ ഹാച്ചി കോ ജബ്രൻ ഘർ ലേ ഗയേ ക്യോं. അതായത് പ്രൊഫസറിന്റെ ബന്ധുക്കള് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് എന്താണ് ചെയ്തത്? ജബ്രൻ എന്ന് വെച്ചാൽ നിർബന്ധപൂർവ്വം ഈ ഹാച്ചിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്തുകൊണ്ടാണ് നിർബന്ധിച്ച് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വന്നത്? അപ്പോൾ അതിന്റെ ആൻസർ നോക്കാം നമുക്ക്. ഹാച്ചി ഹർ ദിൻ കി തര ഉസ് ദിൻ ബി സ്റ്റേഷൻ पर പ്രൊഫസർ का इंतजार कर रहा था. അപ്പോൾ ഹാച്ചി ഹർ ദിൻ കി തര എന്ന് വെച്ചാൽ എല്ലാ ദിവസത്തെയും പോലെ, ഉസ് ദിൻ ബി ആ ദിവസവും സ്റ്റേഷൻ पर പ്രൊഫസർ का इंतजार कर रहा था. സ്റ്റേഷനിൽ പ്രൊഫസറിനെ इंतजार എന്ന് വെച്ചാൽ എന്താണ്? കാത്തിരിക്കുക, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഉസ്കോ പതാ നഹി था कि उसका मालिक अब लौट कर कभी നഹി ആയേഗ. അപ്പോൾ ഹാച്ചിക്ക് അറിയില്ലായിരുന്നു തന്റെ മാലിക് എന്ന് വെച്ചാൽ തന്റെ ഓണർ, തന്റെ യജമാനൻ ഇനി ഒരിക്കലും ലോട്ട് കർ നഹി ആയേഗ, തിരിച്ചു വരില്ല എന്നുള്ളത്. ക്യോങ്കി ഉൻകാ നിധൻ ഹോ ഗയാ ഹെ. അതായത് ഈ മാലിക്, അതായത് ഓണർ മരിച്ചുപോയി. നിധൻ ഹോനാന്ന് വെച്ച് കഴിഞ്ഞാല് അന്തരിച്ചു എന്നുള്ളതാണ്. അപ്പം ആ മാലിക് മരിച്ചുപോയി എന്നുള്ള കാര്യം ഹാച്ചിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാച്ചി എല്ലാ ദിവസത്തെയും പോലെ സ്റ്റേഷന്റെ പുറത്ത് പോയിട്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ഹാച്ചി രാത് തക് സ്റ്റേഷൻ के बाहर प्रोफेसर का इंतजार करता रहा इस उम्मीद में कि वे देर से ही सही मगर आएंगे जरूर. അപ്പം ഹാച്ചി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അന്ന് ആ സ്റ്റേഷന്റെ പുറത്ത് വെയിറ്റ് ചെയ്തിട്ട് എന്താണ് ഹാച്ചിയുടെ മനസ്സിലുണ്ടായിരുന്നത്? ഇസ് ഉമ്മീദ് മേ, ഈ ഒരു ഹോപ്പില്, ഈ ഒരു പ്രതീക്ഷയില്, കി വേ ദേർ സെ ഹി സഹി മഗർ ആയെങ്കി ജറൂർ. അതായത് ദേർ എന്ന് വെച്ചാൽ ലേറ്റ് ആവുക, നേരം വൈകിട്ടാണെങ്കിലും പ്രൊഫസർ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഹാച്ചി അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇസ് ഹാലത് മേ ദേർ रात को प्रोफेसर के परिजनों को उसे जबरन घर ले जाना पड़ा क्योंकि वह प्रोफेसर से मिले बिना खुद घर जाने को तैयार नहीं था. इस हालत में എന്ന് വെച്ചാൽ ഈ ഒരു അവസ്ഥയിൽ പ്രൊഫസറിന്റെ വീട്ടുകാർ അല്ലെങ്കിൽ ബന്ധുക്കള് എന്ത് ചെയ്യേണ്ടി വന്നു? ഉസെ ജബറൻ ഘർ ലേ ജാനാ പടാ. അവർക്ക് ഈ നായയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥ വന്നു, നിർബന്ധപൂർവ്വം കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നു. കാരണം എന്താന്ന് വെച്ചാല് വ പ്രൊഫസർ സെ മിലേ ബിന, ഹാച്ചി പ്രൊഫസറിനെ കാണാതെ ഖുദ് ഘർ ജാനെ കോ തയ്യാർ നഹി ഥ, സ്വയം വീട്ടിലേക്ക് പോവാനായിട്ട് തയ്യാറായിരുന്നില്ല ഹാച്ചി. പ്രൊഫസറിനെ കാണാതെ വീട്ടിൽ പോകാൻ തയ്യാറാവാത്തത് കൊണ്ട് നിർബന്ധപൂർവ്വം വിളിച്ച് കൊണ്ടുപോവേണ്ടതായിട്ട് വന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സർദി ഗർമി ബർസാത്ത് ബർഫ് ഹാച്ചി കോ ഇൻ സബ്സെ കോയി ഫർക്ക് നഹി പടാ, ഇസ്സെ ക്യാ താത്പര്യ ഹെ. അപ്പോൾ മഴക്കാലം വന്നു, തണുപ്പ് കാലം വന്നു, ചൂടുകാലം വന്നു, എല്ലാ കാലങ്ങളും കടന്നുപോയി. പക്ഷെ ഹാച്ചിക്ക് ഇതൊന്നും ബാധകമല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതുകൊണ്ട് എന്താണ് കഥാകൃത്ത് ഉദ്ദേശിക്കുന്നത്?
അപ്പോൾ അതിന്റെ ആൻസർ നോക്കാം നമുക്ക്. प्रोफेसर के निधन के बाद भी हाची सालों तक स्टेशन के बाहर बैठकर उनका इंतजार करता रहा. പ്രൊഫസർ മരിച്ചതിന് ശേഷവും അതിന് ഒരുപാട് കാലങ്ങൾക്ക് ശേഷവും എന്താണ് ഹാച്ചി സ്റ്റേഷന്റെ പുറത്ത് അദ്ദേഹത്തെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. उन 9 सालों और 9 महीनों के अंदर कई बार सर्दी, गर्मी, बरसात और बर्फ के मौसम बीत गए. അപ്പോൾ ഈ ഒരു 9 വർഷവും അതുപോലെ തന്നെ 9 മാസവും എന്നുള്ള കാലയളവിൽ ഒരുപാട് എന്താണ് സർദി തണുപ്പ് കാലം, ഗർമി ചൂടുകാലം, ബർസാത്ത് മഴക്കാലം, ബർഫ് എന്ന് പറഞ്ഞാൽ സ്നോഫോൾ ഒക്കെ ഉള്ള തണുപ്പ് കാലത്തിന് തന്നെയാണ് പറയുന്നത്. ഇതിന്റെ ഒക്കെ കാലങ്ങള് ക്ലൈമറ്റ് ഇത്രയും മാറിപ്പോയി. മഗർ ഹാച്ചിനെ ഇൻ സബ്കെ കാരണം പ്രതീക്ഷ കർണ നഹി ഛോടാ. പക്ഷെ ഹാച്ചി ഇതൊക്കെ കൊണ്ട് എന്താണ് പ്രൊഫസറിനെ വെയിറ്റ് ചെയ്യുന്നത് നിർത്തുകയൊന്നും ചെയ്തില്ല. ഇൻ സബ്സെ ജൈസെ ഉസ്കോ കോയി ഫറക് നഹി പഡ് രഹാ ഥാ. അപ്പോൾ ഇതൊന്നും ഹാച്ചിയെ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ഹാച്ചി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഫറക് പഡ്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാധിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം വരിക എന്നുള്ളതാണ്. പക്ഷെ ഇത്രയും ക്ലൈമറ്റ്സ് മാറിയിട്ടും ഇത്രയും സീസൺസ് കടന്നു പോയിട്ടും ഇത്രയും വർഷങ്ങൾ കടന്നു പോയിട്ടും ഹാച്ചി വെയിറ്റ് ചെയ്യുന്നതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അതേ സ്ഥലത്ത് അതേപോലെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. വ അടൽ രഹ ഓർ പ്രൊഫസർ കാ ഇന്റസാർ കർത്താ രഹ. അടൽ എന്ന് വെച്ചാൽ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുക, മാറുന്നില്ല, അനങ്ങുന്നില്ല, ഒരേ സ്ഥലത്ത് തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഹാച്ചി പ്രൊഫസറിനെ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നു. മരെ ഹുए ഹാച്ചി की खुली आंखों को जैसे अब भी इंतजार था विचार करें. അപ്പോ മരിച്ചുപോയ ഹാച്ചിയുടെ തുറന്ന കണ്ണുകളിൽ ഇപ്പോഴും ഒരു പ്രതീക്ഷയുള്ളത് പോലെയാണ്, ഒരു കാത്തിരിപ്പുള്ളത് പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു സെന്റൻസിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ, ഹാച്ചി കി ആഖേ മർനെ കെ ബാദ് ബി ഖുലി ഹി രഹി. ഹാച്ചിയുടെ കണ്ണുകൾ മരിച്ചതിന് ശേഷവും എന്താണ് തുറന്നു തന്നെയാണ് ഇരുന്നത്. ഖുലി ഹി രഹി എന്ന് വെച്ചാൽ തുറന്നു തന്നെയാണ് ഇരുന്നത്. ഉസ്കി ആഖോं को देखने पर लग रहा था कि वे आज भी स्टेशन की तरफ देखकर अपने प्रिय प्रोफेसर का इंतजार कर रहे हो. അപ്പോൾ ഹാച്ചിയുടെ കണ്ണുകൾ കാണുമ്പോൾ തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നും സ്റ്റേഷന്റെ പുറത്ത്, സ്റ്റേഷന്റെ അവിടേക്ക് നോക്കിയിട്ട്, സ്റ്റേഷൻ കി തരഫ് എന്ന് വെച്ചാൽ സ്റ്റേഷന്റെ ദിശയിൽ നോക്കിയിട്ട് അപ്പനെ പ്രിയ പ്രൊഫസർ കാ ഇന്റസാർ കർ രഹി ഹോ, തന്റെ പ്രിയപ്പെട്ട പ്രൊഫസറിനെ കാണാനായിട്ട് കാത്തിരിക്കുന്ന പോലെയാണ് ആ കണ്ണുകൾ കാണുമ്പോൾ തോന്നുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു കാര്യം ഞാൻ ആഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞപ്പോൾ ഈ ഇന്തിസാർ ഥ എന്നുള്ള ഭാഗം വരെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ലാസ്റ്റ് ഈ ചാപ്റ്ററിൽ ഒരു സെന്റൻസും കൂടി പറയുന്നുണ്ട്, ഹാച്ചി കി സ്മൃതി മേ സ്റ്റേഷൻ കെ ബാഹർ ഉസ്കി പ്രതിമ സ്ഥാപിത് ഹെ. അതായത് ഹാച്ചിയുടെ ഓർമ്മയ്ക്കായിട്ട് ഈ സ്റ്റേഷന്റെ പുറത്ത് ഹാച്ചിയുടെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാട്ടോ, അത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അടുത്തതായിട്ട് പറയുന്നത് ഘടനാओं के क्रमानुसार चित्रों को नंबर दे और प्रसंगानुकूल वाक्य चुनकर लिखे. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കുറച്ച് സെന്റൻസസ് തന്നിട്ടുണ്ട്, അത് ഓർഡർ ആക്കുകയും വേണം. അതുപോലെ തന്നെ ഈ പിക്ചേഴ്സിനനുസരിച്ചിട്ട് ഓരോ സെന്റൻസ് മാച്ച് ചെയ്ത് ഓർഡറിൽ എഴുതണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള പിക്ചേഴ്സ് അനുസരിച്ചിട്ട് നമുക്ക് അറിയാം ഹാച്ചിനെ ആദ്യം പ്രൊഫസറിന് കിട്ടി, പിന്നീട് പ്രൊഫസറിന്റെ ഫ്രണ്ടായി മാറി ഹാച്ചി, പിന്നെ അങ്ങനെയല്ലേ ഓർഡറിൽ പോവുക. അപ്പൊ ആ ഓർഡറിൽ സെന്റൻസ് നോക്കുക, എന്നിട്ട് അതിലത്തെ പിക്ചറായിട്ട് മാച്ച് ചെയ്യാം. അപ്പം ആദ്യത്തെ സെന്റൻസ് ബക്സേ മേ ബന്ദ് ഛോടാ ഹുവ പില്ല ഹാച്ചി, അതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ ആദ്യത്തെ നമ്പർ 1 എന്ന് പറയുന്നത് ഈ പിക്ചറാണ്. ഞാൻ കേഴ്സർ മൂവ് ചെയ്യണം, നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ഈ പെട്ടിയില് നായ്ക്കുട്ടി ഇങ്ങനെ സ്റ്റേഷന്റെ പുറത്ത് കിടക്കുന്നത്, അതാണ് നമ്പർ 1 എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ബക്സേ മേ ബന്ദ് ഛോടാ ഹുവ പില്ല ഹാച്ചി എന്ന് വെച്ചാൽ ഒരു ബോക്സിൽ ഉപേക്ഷിക്കപ്പെട്ട നായ്ക്കുട്ടി ഹാച്ചി. അപ്പൊ അതാണ് ആദ്യത്തെ. രണ്ടാമത്തെ ഹാച്ചി കോ പ്രൊഫസർ ഉഠാ ലേത്താ ഹെ. ഹാച്ചിയെ പ്രൊഫസർ അവിടുന്ന് എടുക്കുന്നു, സ്റ്റേഷന്റെ അവിടുന്ന് എടുക്കുന്നു. അപ്പോൾ ഈ പിക്ചറാണ് ആ രണ്ടാമത്തെ സെന്റൻസ് ആയിട്ട് മാച്ച് ചെയ്യേണ്ടത്. പിന്നീട് മൂന്നാമത്തെ ആയിട്ട് എന്താ പറയുക, ഹാച്ചി പ്രൊഫസർ കെ പരിവാർ കാ എക് സദസ്യ ബൻ ജാത്താ ഹെ. അങ്ങനെ പ്രൊഫസർ ഹാച്ചിനെ എടുത്തതിന് ശേഷം ഹാച്ചി പ്രൊഫസറിന്റെ ഫാമിലിയിലെ ഒരു അംഗമായിട്ട് മാറുകയാണ്. അപ്പൊ അതാണ് ഈ പിക്ചർ എന്ന് പറയുന്നത്. ഫാമിലിയില്, അതായത് പ്രൊഫസറിന്റെ വീട്ടിൽ പോയിട്ടുള്ള ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് പ്രൊഫസർ और ഹാച്ചി के बीच का रिश्ता लोग आश्चर्य से देखते हैं. അപ്പോൾ പ്രൊഫസറും ഹാച്ചിയും തമ്മിലുള്ള ബന്ധം ആളുകൾ ആശ്ചര്യത്തോടു കൂടി നോക്കുന്നു. അത് ഈ പിക്ചറിലാണ് വരിക. ഇതാണ് ഫോർത്ത്
ഈ സെന്റൻസ് ഈ പിക്ചറിനായിട്ടാണ് മാച്ച് ചെയ്യേണ്ടത്. അപ്പം ഞാൻ അതിനനുസരിച്ച് സ്ക്രീനിൽ നമ്പർ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പറയുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻ ശ്രദ്ധിക്കുക കേട്ടോ, അതിൽ നമ്പർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, 5ാമത്തെ സെന്റൻസ് ഹാച്ചി കई दिनों से स्टेशन के बाहर प्रोफेसर के इंतजार में लेटा हुआ है. അപ്പോൾ ഹാച്ചി കുറെ ദിവസമായിട്ട് സ്റ്റേഷന്റെ പുറത്ത് പ്രൊഫസറിനെ വെയിറ്റ് ചെയ്തിട്ട് കിടക്കുകയാണ്. അപ്പൊ ഇതാണ് 5ാമത്തെ സെന്റൻസ് മാച്ച് ചെയ്യേണ്ട പിക്ചർ. കാരണം സ്റ്റേഷന്റെ പുറത്ത് ഹാച്ചി കിടക്കുന്നതായിട്ട് ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ പിന്നെ 6ാമത്തെ എന്താണ്, പ്രതിമ സ്ഥാപിച്ചതാണ് വരിക. അപ്പൊ ഈ പിക്ചറാണ് 6ാമത്തെ ലാസ്റ്റ് പിക്ചർ എന്ന് പറയുന്നത്. 6ാമത്തെ സെന്റൻസ് എന്താണ്, ഹാച്ചി की स्मृति में स्टेशन के बाहर उसकी प्रतिमा स्थापित की गई है. അപ്പോൾ എന്താണ്, ഹാച്ചിയുടെ ഓർമ്മയ്ക്കായിട്ട് സ്റ്റേഷന്റെ പുറത്ത് ഹാച്ചിയുടെ ഒരു പ്രതിമ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത്, ഇവിടെ 2 പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ പാരഗ്രാഫ് വായിച്ചിട്ട് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ്. അപ്പോൾ എന്താണ് പറയുന്നത്, 1 साल 2 साल 3 साल पूरे 9 साल और 9 महीनों तक हाची ठीक उसी जगह बैठ अपने प्रोफेसर का इंतजार करता रहा जिसे एक सुबह उसने ट्रेन में बिठाकर विदा किया था, लेकिन जो फिर कभी लौटकर नहीं आया. सर्दी गर्मी बरसात बर्फ हाची को इन सबसे कोई फर्क नहीं पड़ा. അപ്പോൾ ഇതാണെങ്കിൽ ആ സ്റ്റോറി എൻഡ് ചെയ്യണ സമയത്ത് വരുന്ന ഒരു പാരഗ്രാഫാണ്. എന്ന് വെച്ചാൽ 9 വർഷം 9 മാസവും വെയിറ്റ് ചെയ്തു, ഒരുപാട് സീസൺസ് കടന്നുപോയി, എന്നിട്ടും ഹാച്ചിനെ അതൊന്നും ബാധിച്ചില്ല. ഹാച്ചി പ്രൊഫസറിനെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു എന്നുള്ളത്. बीच में कभी किसी बरस प्रोफेसर की पत्नी अपने पति की कब्र पर फूल चढ़ाने आ जाती, तब वह हाची के साथ सड़क पर बैठकर रोती रहती और शायद उस मूक जानवर के प्रेम समर्पण व प्रतीक्षा पर अचरज करती. അങ്ങനെ ഇടയ്ക്ക് പ്രൊഫസറിന്റെ ഭാര്യ പ്രൊഫസറിന്റെ ഖബറിന്റെ അവിടേക്ക് വരുന്ന സമയത്ത് എന്താണ്, പ്രൊഫസറിനെ അടക്കം ചെയ്ത സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് ഹാച്ചിയോടൊപ്പം റോഡിൽ ഇരുന്നിട്ട് കരയുമായിരുന്നു. എന്നിട്ട് പലപ്പോഴും ഈ ഹാച്ചി എന്ന് പറയുന്ന ഈ നായ്ക്കുട്ടിയുടെ സമർപ്പണ ബോധവും സ്നേഹവും ഇതിനൊക്കെ കുറിച്ച് ആലോചിച്ച് ആശ്ചര്യപ്പെട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ പാരഗ്രാഫിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴേ ആ പാരഗ്രാഫ് വായിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ആൻസർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ, ആൻസറിന്റെ ആവശ്യമില്ല. പിന്നെ അതിൽ കുറച്ച് ടൈപ്പിംഗ് മിസ്റ്റേക്കും ഉണ്ട്. അപ്പോൾ ഹാച്ചി കിത്നെ സമയത്തക് പ്രൊഫസർ കാ ഇന്റസാർ കർത്താ രഹാ, ഹാച്ചി എത്ര സമയത്തോളം പ്രൊഫസറിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് നിങ്ങൾക്ക് അറിയാം, 9 വർഷം 9 മാസവും. 2ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹാച്ചി ने प्रोफेसर को आखिरी बार कब देखा था, ഹാച്ചി പ്രൊഫസറെ അവസാനമായിട്ട് എപ്പോഴാണ് കണ്ടത്. 3rd ക്വസ്റ്റ്യൻ मौसमों के बदलने से हाची पर क्या प्रभाव पड़ा, അതായത് ഈ ക്ലൈമറ്റ് മാറുന്ന സമയത്ത് ഹാച്ചിക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഹാച്ചിയുടെ കാത്തിരിപ്പിൽ എന്തെങ്കിലും മാറ്റം വന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബസ് മേ കബി കബി ആനെ വാലി മഹിള കോൺ ഹോ സക്തി ഹെ ഓർ വ ക്യാ കർത്തി ഥി, എന്ന് വെച്ചാൽ ബസ്സിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീ ആരാകാം. കോൺ ഹോ സക്തി ഹെ എന്ന് വെച്ചാൽ ആരായിരിക്കാം എന്നാണ്. അതുപോലെ തന്നെ വ ക്യാ കർത്തി ഥി എന്ന് വെച്ചാൽ പിന്നെ എന്താണ് ആ സ്ത്രീ ചെയ്തുകൊണ്ടിരുന്നത്. 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇസ് गद्यांश से हाची के स्वभाव की कौन सी विशेषताएं पता चलती है എന്ന് വെച്ചാൽ ഈ ഗദ്യാംശ് എന്ന് വെച്ചാൽ ഈ പാരഗ്രാഫ് ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗം, ആ ഭാഗത്തിൽ നിന്ന് ഹാച്ചിയുടെ സ്വഭാവത്തിലെ എന്തെന്ത് വിശേഷതകളാണ് മനസ്സിലാവുന്നത് എന്നാണ്. അപ്പോൾ ആ പാരഗ്രാഫിൽ നിന്ന് നിങ്ങളോട് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അത് ഞാൻ തെറ്റി എഴുതിയതാണ്. ആൻസേഴ്സ് എഴുതാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമൂനയ്ക്ക് അനുസാർ ഖാലി ഗോലെ ഭരെ എന്ന് വെച്ചാൽ നമൂന എന്ന് പറഞ്ഞാൽ ഉദാഹരണം. അപ്പോൾ ഉദാഹരണം അനുസരിച്ചിട്ട് ബാക്കി ഖാലി ഗോലെ എന്ന് വെച്ചാൽ ഗോല എന്ന് പറഞ്ഞാൽ റൗണ്ട് ആയിട്ടുള്ള സ്ഥലം, ഖാലി എന്ന് പറയുമ്പോൾ കാലിയായിട്ട് കിടക്കുന്ന പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ വഹ് എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വഹിന്റെ കൂടെ മേ എന്നുള്ളത് ചേർത്താൽ ഉസ്മേ എന്നാണ് ആവുക. അതേപോലെ തന്നെ ബാക്കി അതിന്റെ ചുറ്റും കൊടുത്തിട്ടുള്ള വാക്കുകൾ വഹിന്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എന്തൊക്കെ വാക്കുകളാവും എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പോൾ വഹ് പ്ലസ് ക എന്ന് പറഞ്ഞാൽ ഉസ്ക, വഹ് പ്ലസ് നേ എന്ന് പറഞ്ഞാൽ ഉസ്നെ, വഹ് പ്ലസ് കെ ഉസ്കെ, വഹ് പ്ലസ് പർ ഉസ് പർ. ഞാൻ എഴുതി കാണിക്കുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ ഉസ്ന്ന് എങ്ങനെ എഴുതണ്ടെന്ന് ഇവിടെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വഹ് പ്ലസ് കോ എന്ന് പറഞ്ഞാൽ ഉസ്കോ, വഹ് പ്ലസ് സെ ഉസ്സെ, വഹ് പ്ലസ് കി ഉസ്കി,
അപ്പോൾ അത്രയാണ് അവിടെ ഉള്ളത്. നെക്സ്റ്റ് നമൂനെ കെ അനുസാർ കഹാനി സെ ശബ്ദ യുഗ്മോ കോ ചുൻകർ ലിഖേ. അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള ഉദാഹരണം അനുസരിച്ചിട്ട് ഇങ്ങനത്തെ ജോയിന്റഡ് ആയിട്ടുള്ള വേർഡ്സ്, ശബ്ദ യുഗ്മം എന്ന് വെച്ചാൽ രണ്ട് വാക്കുകൾ ഇങ്ങനെ ഹൈഫൻ വെച്ച് കണക്ട് ചെയ്തിട്ട് ഉള്ള വാക്കുകൾ സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. സംഗ് സാത്ത് എന്നുള്ളതാണ് അതിൽ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഉച്ചൽത്തെ പുലക്തെ എന്നുള്ള വാക്ക് വരുന്നുണ്ട്. പിന്നെ ദേർ റാത്ത് എന്നുള്ള വാക്ക്. അതൊക്കെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ്സിനെ കണക്ട് ചെയ്യണത്. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ്സ് അല്ല, ഒരേ വേർഡ്സിനെ തന്നെ ഹൈഫൻ ഇട്ട് കണക്ട് ചെയ്തതാണെങ്കിൽ സാത്ത് സാത്ത് ഉണ്ട്, പീച്ചെ പീച്ചെ ഉണ്ട്, ദിൻ ഭർ ഉണ്ട്, ഉച്ചക് ഉച്ചക്കർ ഉണ്ട്. അപ്പം ഇത്രയും വേർഡ്സ് ഒക്കെയാണ് ഇപ്പൊ ഇതിൽ കാണുന്നത്. ഇനി ഇതല്ലാത്ത ഏതെങ്കിലും വേർഡ്സ് നിങ്ങൾ ടെക്സ്റ്റിൽ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കോമെന്റ്സിൽ പറയാട്ടോ. അപ്പൊ അങ്ങനെ രണ്ട് വേർഡ്സിനെ തമ്മിൽ ഈ ഹൈഫൺ വെച്ച് കണക്ട് ചെയ്ത് എഴുതിയിട്ടുള്ള വാക്കുകൾ കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പറയുന്നത് രേഖാങ്കിത് ശബ്ദ കി വിശേഷത പെഹചാനി. അപ്പോ ശാന്താർ പില്ല എന്ന് പറയുമ്പോൾ ആ നായ്ക്കുട്ടിയുടെ വിശേഷത സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് ശാന്താർ എന്നുള്ളത്. ശാന്താർ എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുള്ളതെന്നായിരിക്കാം, അല്ലെങ്കിൽ നല്ലത് എന്നായിരിക്കാം. ശാന്താറിന് പല അർത്ഥങ്ങളും ഉണ്ട്. പില്ല എന്ന് പറയുമ്പോൾ നായ്ക്കുട്ടി, ആ നായ്ക്കുട്ടിയുടെ ഒരു ഫീച്ചർ കാണിക്കുന്നതാണ്, ഒരു വിശേഷത കാണിക്കുന്നതാണ് ഈ ശാന്താർ എന്നുള്ള വാക്ക്. അപ്പോൾ ശാന്താർ എന്നുള്ള വാക്ക് ഇവിടെ വിശേഷൻ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. ഹിന്ദിയിലെ വിശേഷൻ, ഇംഗ്ലീഷിലെ അഡ്ജക്റ്റീവ്. എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പ്രത്യേകത സൂചിപ്പിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ ഹിന്ദിയിലെ വിശേഷൻ എന്നും ഇംഗ്ലീഷിലെ അഡ്ജക്റ്റീവ് എന്നും പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് നിമ്നലിഖിത് പ്രത്യേക ശബ്ദ കാ പ്രयोग किन किन शब्दों की विशेषता सूचित करने के लिए किया गया है, कहानी से ढूंढ कर लिखे. അപ്പോൾ ഇതിനി ഓരോ സെന്റൻസ് ആയിട്ട് എടുത്ത് കാണിക്കുന്നില്ല, ഞാൻ നിങ്ങൾക്കായിട്ട് ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ താഴെ തന്നിട്ടുള്ള ടേബിളിൽ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. മജ്ബൂർ, ബൊഹത്, റോസ്, ഖുലി, ഗഹരി, മൂഗ് എന്നൊക്കെ. അപ്പൊ ഇതൊക്കെ ഏത് വാക്കുകളുടെ ഒരു പ്രത്യേകത സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കഥയിൽ പറഞ്ഞിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, മജ്ബൂർ എന്നുള്ളത് ഹാലത്ത്, അതായത് ആ ഒരു അവസ്ഥയാണ് മജ്ബൂർ വിശേഷിപ്പിക്കുന്നത്. മജ്ബൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽപ്ലെസ് ആയിട്ടുള്ള, നിസ്സഹായമായിട്ടുള്ള അവസ്ഥ. അപ്പോൾ ആസി മജ്ബൂർ ഹാലത്ത് മേ എന്നൊരു സെന്റൻസ് തുടങ്ങുന്നുണ്ട് സ്റ്റോറിയിൽ. അതേപോലെ ബൊഹത് എന്നുള്ളത് സൗഭാഗ്യശാലി എന്നുള്ള ആ ഒരു വാക്കിന്റെ വിശേഷണമായിട്ടാണ് ബൊഹത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ബൊഹത് സൗഭാഗ്യശാലി മാൻതാ ഹെ. റോസ് എന്ന് പറഞ്ഞാൽ എന്നും, സ്റ്റേഷൻ ജാന, അപ്പോൾ സ്റ്റേഷനിലേക്ക് പോകുന്നതിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ എന്നൊക്കെയാണ് സ്റ്റേഷനിലേക്ക് പോകുന്നതെന്ന് നമുക്ക് ഈ വാക്ക് കേൾക്കുമ്പോഴല്ലേ മനസ്സിലാവുന്നത്. ഈ വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് മനസ്സിലായത് എന്ത്, എല്ലാ ദിവസവും സ്റ്റേഷനിലേക്ക് പോകും എന്നുള്ളത്. അപ്പൊ സ്റ്റേഷനിലേക്ക് പോകുന്നു എന്നുള്ള കാര്യത്തിനെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് റോസ് എന്നുള്ളത്. റോസ് സ്റ്റേഷൻ കെ ബാഹർ ബാഠ്കർ ഇന്തിസാർ കർത്ത, ആ സെന്റൻസ് എന്നാണ് ഈ വാക്കുകൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഖുലി, ഖുലി എന്ന് പറയുന്നത് ആഖേ, കണ്ണുകളാണ് എന്താണ് തുറന്നിരുന്നത്. മരേ ഹുവേ ഹാച്ചി കി ഖുലി ആഖേ, ആ സെന്റൻസ് എന്നാണ് ഈ രണ്ട് വാക്കുകളും എടുത്തിട്ടുള്ളത്. പിന്നെ ദോസ്തി എന്നുള്ള ആ വാക്കിനെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് എന്ത്, വിശേഷണാണ് ഗഹരി. ഗഹരി എന്ന് വെച്ചാൽ എന്താണ്, ആഴത്തിലുള്ള ദോസ്തി, സൗഹൃദം. ഉൻ ദോനോ കി ദോസ്തി ഗഹരി ഹോത്തി ഗയി, അവർ രണ്ടുപേരും തമ്മിലുള്ള സൗഹൃദം ആഴത്തിലുള്ളതായി മാറിക്കൊണ്ടേയിരുന്നു. ഇനി അടുത്തതായിട്ട് മൂഗ്. മൂഗ് എന്നുള്ളത് ഏത് വാക്കിനെയാണ് വിശേഷിപ്പിക്കുന്നത്, ജാൻവർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനില് വാക്യ പഠേ വാക്യ കെ അന്യ ശബ്ദോं के साथ रेखांकित शब्द का संबंध पहचाने എന്ന് വെച്ചാൽ താഴെ തന്നിട്ടുള്ള വാക്യം വായിക്കുക, എന്നിട്ട് അതിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ആ വാക്കുകളുടെ പ്രത്യേകത കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാലിക് മാന്നെ ലഗ എന്ന് പറഞ്ഞാൽ എന്താണ്, ബർഫ് ഗിർനെ ലഗി. അപ്പൊ അവിടെ ലഗ അല്ലെങ്കിൽ ലഗി എന്നുള്ള വാക്കിന്റെ പ്രസക്തി എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോ മാലിക് മാന്നെ ലഗ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, യജമാനനായിട്ട് അംഗീകരിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ യജമാനനായി കരുതാൻ തുടങ്ങി. ബർഫ് ഗിർനെ ലഗി, അതായത് സ്നോഫോൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് തുടങ്ങി, മഞ്ഞ് വീഴാനായിട്ട് തുടങ്ങി. അപ്പോൾ ലഗ അല്ലെങ്കിൽ ലഗി എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്, തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ മാന്ന അല്ലെങ്കിൽ ഗിർന എന്ന് പറയുന്ന വാക്കുകളിനെ സഹായിക്കുന്ന ഒരു ക്രിയയാണ് ലഗ അല്ലെങ്കിൽ ലഗി എന്നുള്ളത്. അപ്പോൾ അത് ഇവിടെ ഈ സെന്റൻസിൽ, ഈ വാക്യത്തിൽ എന്താണ്, സഹായക ക്രിയ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ലഗ് ജോഡ്കർ വാക്യ ലിഖിയ എന്നാണ് പറയുന്നത്. അതായത് ദേഖ്ന എന്നുള്ളൊരു ക്രിയ, അതോടൊപ്പം ലഗ് ചേർത്തിട്ട് ഇവിടെ തന്നിട്ടുള്ള സബ്ജക്ട്സിനനുസരിച്ച് മാറ്റി എഴുതണം. അപ്പോൾ ഇതിന്റെ ആൻസർ ഞാനിവിടെ എഴുതി ചേർത്തിട്ടുണ്ട്.
लड़का देखने लगा, लड़की देखने लगी, ലടുക്കെ ദേഖ്നെ ലഗേ, അതേപോലെ തന്നെ ലടുക്കിയാ ദേഖ്നെ ലഗീ. അപ്പോൾ ലഗീ കഴിഞ്ഞിട്ടൊരു ഡോട്ട് ഇടണം, അതാണ് ലഗീ എന്നാണ് അത് വായിക്കുക. മറ്റേത് ലഗി, ഇത് ലഗീ. ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് പഠേ ഓർ ലിഖേ. ഇവിടെ തന്നിട്ടുള്ള ആ നോട്ട് വായിക്കുക, എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ആൻസർ എഴുതാനാണ് പറയുന്നത്. समय के साथ हाची बूढ़ा हो गया लेकिन उसने इंतजार करना नहीं छोड़ा. അതായത് സമയത്തിനോടൊപ്പം തന്നെ ഹാച്ചിക്കും പ്രായമായി, പക്ഷെ വെയിറ്റ് ചെയ്യുന്നത് ഹാച്ചി നിർത്തിയില്ല. 1935 में उसी जगह बैठे बैठे उसने दम तोड़ दिया. അപ്പൊ നേരത്തെ പറഞ്ഞില്ലേ കോമ്പൗണ്ട് വേർഡ്സ് കണ്ടുപിടിക്കാൻ, അപ്പൊ ഇതും അതിൽ ചേർക്കാം, ബാഠേ ബാഠേ എന്നുള്ളത്. ഉസ്നെ ദം തോട് ദിയ എന്താണ്, ഹാച്ചി മരിച്ചു 1935 അതേ സ്ഥലത്തിരുന്നിട്ട്. ഉസ് സമയ ബർഫ് ഗിർ രഹി थी, മരേ ഹുए ഹാച്ചി की खुली आंखों को जैसे अब भी इंतजार था. മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു, മരിച്ചുപോയ ഹാച്ചിയുടെ ആ തുറന്ന കണ്ണുകളിൽ ഇപ്പോഴും ഒരു കാത്തിരിപ്പുള്ളതായിട്ടാണ് തോന്നുന്നത് എന്നാണ് പറയുന്നത്. എന്നിട്ട് ക്വസ്റ്റ്യൻ എന്താണ്, പ്രൊഫസർ യുഎൻഒ की इंतजार में बैठे बैठे 1935 में हाची ने दम तोड़ दिया, इस पर समाचार तैयार करें. അപ്പോൾ 1935 ഇത്രയും കൊല്ലം പ്രൊഫസർ യുഎൻഒനെ കാത്തിരുന്നതിന് ശേഷം ഹാച്ചി മരിച്ചുപോയി. ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഒരു സമാചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാനാണ് പറയുന്നത്. ഹാച്ചി की वफादारी का अंत प्रोफेसर യുഎൻഒ के इंतजार में जान दी. അതായത് ഹാച്ചിയുടെ വഫാദാരി എന്ന് പറയുമ്പോൾ വിശ്വസ്തത, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ ലോയൽറ്റി എന്ന് പറയാം, ലോയൽ നേച്ചർ. ക അന്ത് അതെന്താണ്, അവസാനിച്ചു, അതിന്റെ അവസാനം. പ്രൊഫസർ യുഎൻഒ കെ ഇന്തിസാർ മേ ജാൻ ദി, പ്രൊഫസർ യുഎൻഒയിനെ കാത്തിരുന്നിട്ട് അവസാനം ജീവൻ കൊടുത്തു എന്നാണ്, അല്ലെങ്കിൽ മരിച്ചുപോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു വലിയ ഹെഡിങ് കൊടുക്കുക, ഒരു ഔട്ട്ലൈൻ നിർബന്ധമായിട്ടും വരച്ചിരിക്കണം. ആ ഔട്ട്ലൈൻ വരച്ചതിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ എഴുതേണ്ടത്. അപ്പോൾ ഒരു ഹെഡിങ് എഴുതുക, അതിന്റെ താഴെ സ്ഥലവും അതുപോലെ തന്നെ ഡേറ്റും എഴുതുക. അപ്പോൾ ഇവിടെ നമ്മളോട് 1935 എന്ന് മാത്രമാണ്, വർഷം മാത്രമാണ് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് 1935 എന്ന് മാത്രമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെഴുതാം, ഒരു ഡേറ്റും കൂടി ഇവിടെ എഴുതാം. വർഷം മാത്രമല്ല, ഒരു ഡേറ്റും മാസവും, അങ്ങനെ പ്രോപ്പറായിട്ട് നമ്മൾ ഡേറ്റ് എഴുതുന്ന ഫോർമാറ്റിലും നിങ്ങൾക്ക് എഴുതാൻ വേണമെന്നുണ്ടെങ്കിൽ. हाची नामक वफादार कुत्ते ने आज टोक्यो स्टेशन के बाहर प्रोफेसर യുഎൻഒ की प्रतीक्षा करते करते अपने प्राण त्याग दिए हैं. ഹാച്ചി എന്ന് പേരുള്ള വിശ്വസ്തനായ ഒരു നായ ഇന്ന് ടോക്കിയോ സ്റ്റേഷന്റെ പുറത്ത് പ്രൊഫസർ യുഎൻഒനെ കാത്തിരുന്നുകൊണ്ട്, പ്രതീക്ഷ കർത്തേ കർത്തേ എന്ന് പറഞ്ഞാൽ പ്രൊഫസർ യുഎൻഒനെ കാത്തിരുന്നുകൊണ്ട്, അപ്പനെ പ്രാൺ ത്യാഗ് ദിയേ ഹെ, തന്റെ പ്രാണൻ ത്യജിച്ചു എന്ന് വെച്ചാൽ എന്താണ്, ഇന്ന് ടോക്കിയോ സ്റ്റേഷന്റെ പുറത്ത് തന്റെ മാലിക് അല്ലെങ്കിൽ തന്റെ ഓണർ ആയിട്ടുള്ള, തന്റെ യജമാനായിട്ടുള്ള പ്രൊഫസർ യുഎൻഒനെ കാത്തിരുന്നുകൊണ്ട് തന്റെ ജീവൻ വെടിഞ്ഞു എന്നാണ് ആ സെന്റൻസിന്റെ അർത്ഥം. അപ്പൊ നാമക് എന്ന് പറഞ്ഞ പേരുള്ള, ഹാച്ചി എന്ന് പേരുള്ള, വഫാദാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസ്തനായ. പൂരെ 9 साल और 9 महीनों के बाद आज जाकर ഹാച്ചി का इंतजार खत्म हुआ. 9 വർഷത്തിനും 9 മാസത്തിനും ശേഷം ഇന്ന് ഹാച്ചിയുടെ ആ കാത്തിരിപ്പിന് ഒരു അവസാനമായി എന്നാണ് പറയുന്നത്. इस बात से अनजान कि उसका मालिक अब कभी नहीं आएंगे, उनकी मौत हो चुकी है. ഹാച്ചി दिन रात उनका इंतजार करता रहा. അപ്പോൾ ഈ കാര്യം അറിയാതെ, അൻജാൻ എന്ന് പറഞ്ഞാൽ അൺഅവെയർ ഓഫ് ദിസ്, അതായത് ഈ സംഭവം, ഈ കാര്യം അറിയാതെ, ഏത് കാര്യമാണ് അറിയാതിരുന്നത്, കി ഉസ്ക മാലിക് അബ് കബി നഹി ആയെങ്കിൽ, അതായത് ഹാച്ചിയുടെ യജമാനൻ ഒരിക്കലും വരില്ല, ഉൻകി മൗത് ഹോ ചുക്കി ഹെ, അദ്ദേഹം മരിച്ചുപോയി എന്നറിയാതെ, ഹാച്ചി ദിൻ രാത്, അതായത് ഹാച്ചി ഫുൾ ദിവസം മുഴുവനും, ദിവസവും രാത്രിയും ഒക്കെ, ഉൻക ഇന്തിസാർ കർത്താ രഹ, അദ്ദേഹത്തിനെ കാത്തിരുന്നുകൊണ്ടേയിരുന്നു. ആജ് ഉസി സ്ഥാൻ പർ ബാഠേ ഉസ്നെ ദം തോട് ദിയ. അപ്പോ ഇന്ന് അതേ സ്ഥാനത്ത്, എവിടെയാണോ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതേ സ്ഥാനത്ത് തന്നെ ഹാച്ചി മരിച്ചു. ദം തോട് ദിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചു എന്നാണ്. ഉസ്കി ആഖോ മേ ആജ് ബി ഇന്തിസാർ ഥ, ആ നായ്ക്കുട്ടിയുടെ അല്ലെങ്കിൽ ആ ഹാച്ചിയുടെ കണ്ണില് ഇപ്പോഴും എന്താണ് ഉണ്ടായിരുന്നത്, ഒരു കാത്തിരിപ്പാണുള്ളത്. ഹാച്ചി പ്യാർ കാ एक मिसाल बन गया है और उसकी निष्ठा की स्मृति में स्टेशन के बाहर उसकी प्रतिमा സ്ഥാപിത് की गई है. ഹാച്ചി എന്താണ്, പ്യാർ കാ एक മിസാൽ, അതായത് സ്നേഹത്തിന്റെ ഒരു ഉദാഹരണമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ഹാച്ചിയുടെ നിഷ്ഠയെ പ്രതി അല്ലെങ്കിൽ ആ നിഷ്ഠയുടെ ഓർമ്മയ്ക്കായിട്ട്
സ്റ്റേഷൻ കെ ബാഹർ ഉസ്കി പ്രതിമ സ്ഥാപിത് കി ഗയി ഹെ. സ്റ്റേഷന്റെ പുറത്ത് ഈ ഹാച്ചിയുടെ ഒരു പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നു. ഇത്ര എഴുതിയിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഹാച്ചിയുടെ നിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രൊഫസറിനെ പ്രതിയുള്ള സ്നേഹവും നിഷ്ഠയും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.